തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ CPIയിലെ വിഭാഗീയത ഇടതുമുന്നണിക്കും സർക്കാരിനും ബാധ്യതയായി മാറുകയാണ്. സംസ്ഥാനത്ത് കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം എന്ന വിമർശനവുമായി CPI. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനം. കൊടിസുനിക്ക് ജയിൽ വിശ്രമ കേന്ദ്രമാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ആൾക്കാരെ സ്ഥിരമായി ജയിലിലിടുന്ന രീതിയിലേക്ക് ഇടത് സർക്കാർ മാറരുത് എന്ന് ഉദ്ഘാടകനായ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശിച്ചു. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് രൂക്ഷ വിമർശനവും പരിഹാസവും. ബിനോയ് വിശ്വം വെളിച്ചപ്പാടാണോ എന്ന് പരിഹാസം. ഇപ്പോൾ നടക്കുന്ന CPI സമ്മേളനങ്ങൾ സ്വന്തം നേതൃത്വത്തെ ലക്ഷ്യമിട്ട് പ്രതിനിധികൾ ഉയർത്തുന്ന വിമർശനങ്ങൾ ചെന്നെത്തുന്നത് സർക്കാരിലാണ്. ഇത് പൊതുസമൂഹത്തിൽ സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കുന്നതായി LDFൽ വലിയ തോതിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് CPMൽ വലിയ വികാരവും ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് 7 മാസം മാത്രം ശേഷിക്കുന്ന വേളയിലെ ഈ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ പോലും കഴിയാതെ വിഷമിക്കുകയാണ് ഇരു പാർട്ടികളുടെയും നേതൃത്വങ്ങൾ. പൊതുവിൽ സമ്മേളനകാലത്ത് CPMനെതിരായ വിമർശനങ്ങൾ CPIയിൽ പതിവാണ്. CPI നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാൻ ഒരു പരിധിവരെ ഇത് ആവശ്യവുമാണ്. ഇക്കാലത്ത് CPMനെതിരെ അവരും വിമർശനം കടുപ്പിക്കുന്നു. ഇതും പതിവായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇക്കുറി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ന്യായമായ വിമർശനം പോലും ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസം CPMനുണ്ട്. മാത്രവുമല്ല, ബിനോയ് വിശ്വത്തിനെതിരായി CPIയിൽ കടുത്ത എതിർപ്പ് നിലനിൽക്കുകയാണ്. സമ്മേളനകാലത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തിനെതിരെ പല ഘടകങ്ങളിൽ നിന്നും കടുത്ത വിമർശനവും ഉയർന്നിരുന്നു. CPI പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സമ്മേളനങ്ങളിൽ സ്വന്തം പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാനായി പ്രതിനിധികൾ ചൂണ്ടുന്നത് സർക്കാരിലും മുഖ്യമന്ത്രിയിലുമാണ്. ഇതുവരെ നടന്ന ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം CPMൻ്റെയും മുഖ്യമന്ത്രിയുടെയും തൻപ്രമാണിത്വ നിലപാടുകളെ പ്രതിരോധിക്കാൻ CPI നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്നത് ജില്ലാ സമ്മേളനങ്ങളാണ്. അത് കഴിഞ്ഞ് അടുത്ത മാസം സംസ്ഥാന സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും. CPIയെയും CPMനെയും സംബന്ധിച്ച് സമ്മേളനങ്ങളിലും കമ്മിറ്റികളിലും ഏത് വലിയ നേതൃത്വത്തെയും വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനകാലത്ത് വിമർശനങ്ങൾ കൂടുതൽ ശക്തമായിട്ടും വന്നിട്ടുണ്ട്. CPMൻ്റെയും സർക്കാരിൻ്റെയും ചില നീക്കങ്ങളെ പ്രതിരോധിക്കാൻ CPI നേതൃത്വം പരാജയപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിനോയ് വിശ്വത്തെ എതിർപക്ഷം പ്രതിക്കൂട്ടിലാക്കുന്നത്. തിരഞ്ഞെടുപ്പുകൾ അടുത്ത കാലമായതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യമാണ് ഇടതുമുന്നണിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സമയമില്ല എന്നതാണ് വലിയ പ്രതിസന്ധി. സെപ്റ്റംബർ ആദ്യവാരമാണ് CPI സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അത് കഴിഞ്ഞ് കഷ്ടിച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഇത് പൂർത്തിയായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ കാലതാമസവും ഉണ്ടാകില്ല. ഇതിനിടയിൽ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയമില്ല എന്നതാണ് നേതൃത്വത്തെ വലയ്ക്കുന്നത്. CPI സമ്മേളനങ്ങളിലും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ എതിർപ്രചാരണം നടത്തി അവയെ നിർവീര്യമാക്കാനുള്ള സമയം അവർക്ക് ലഭിച്ചിരുന്നു. സർക്കാരിനും ഇടതുമുന്നണിക്കും എതിരായി 4 വശത്തു നിന്നും ശക്തമായ വിമർശനങ്ങൾ ഉയരുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPIയിൽ നിന്ന് ഉയരുന്നവ വലിയ തലവേദനയാണെന്ന് CPMും സമ്മതിക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ സംഭവങ്ങൾ പോലും വലുതായി പ്രചരിപ്പിക്കാൻ സകല സംവിധാനങ്ങളും തയ്യാറായി നിൽക്കുമ്പോൾ ഇതെങ്ങനെ മറികടക്കാം എന്ന ആലോചന പാർട്ടി തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിയോജിപ്പുകൾ മാറ്റിവെച്ച് ബിനോയ് വിശ്വം സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നിഗമനം. ഇത് CPMന് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഡിജിറ്റൽ മാധ്യമ മേഖലയിലും ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള വളർച്ച ഇവരെ മുച്ചൂടം മുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വിപ്ലവ പാർട്ടിയെ കീറിപ്പൊളിക്കുന്നതോടൊപ്പം ഇവരുടെ യഥാർത്ഥ വസ്തുക്കളെ കൂടുതൽ കീറി വികൃതമാക്കുന്ന അവസ്ഥയും കാണുന്നുണ്ട്. ഏതായാലും CPയും CPMനും വലിയേട്ടനും കൊച്ചേട്ടനും തമ്മിലുള്ള ബന്ധമാണെങ്കിലും സമ്മേളനങ്ങൾ കഴിയുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിൽ എന്താകുമെന്ന് തന്നെ കണ്ടറിയണം.